മാടായി കോളേജിൽ നിയമനം ലഭിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകൻ യൂത്ത് കോൺഗ്രസ് വേദിയിലെത്തിയതിൽ തർക്കം. എം.കെ. രാഘവൻ അനുകൂലികൾ ബോധപൂർവം പങ്കെടുപ്പിച്ചതെന്നാണ് ആരോപണം. പാർട്ടി പ്രവർത്തകരോടുള്ള വഞ്ചനയെന്നാരോപിച്ച് ഒരു വിഭാഗം രംഗത്തെത്തി. യൂത്ത് കോൺഗ്രസിലെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിലും പ്രവർത്തകരുടെ തമ്മിലടി രൂക്ഷമാണ്. നിന്റെ ഇതിനുള്ളിൽ നമ്മൾ സപ്പോർട്ട് തന്നെയാണ്. പക്ഷെ ഇന്നലെ ആടെ പയ്യന്നൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ ഒരു രതീഷ് അനുസ്മരണത്തിൽ ഈ മാടായിക്കോളയിൽ കൊടുത്ത നമ്മൾ ഈ പറയുന്ന കക്ഷിന് ആടെ പങ്കെടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന് നിങ്ങൾ മാടായിക്കോളയിൽ നിന്ന് അവർ രണ്ടാളും കൂട്ടി വന്ന് പാർട്ടിയാക്കൽ തീരുമാനമുണ്ടോ? നിങ്ങൾക്ക് അതിനൊന്നും ധാരണയുണ്ടോ? അപ്പോൾ അവനെ സജീവ പാർട്ടി കുഞ്ഞോങ്ങത്തിൽ എങ്ങനെ ഈ പയ്യന്നൂർ മണ്ഡലത്തിൽ പരിപാടി കൂട്ടിക്കൊണ്ടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് കുറച്ച് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ലതാണ്. നിങ്ങളോടും കൂടി നമുക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വരും. ഇതുവരെ നിങ്ങളെ കൂടെ സഹകരിച്ചിട്ട് നമ്മൾ പോകുന്നു. അതുകൊണ്ട് നിങ്ങൾ അവനെ കൂടെ പയ്യന്നൂർ പാർട്ടിയാക്കി കൊണ്ടുവരാനുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്. കുഞ്ഞോളത്തിൻ്റെ അവർ പങ്കെടുത്തുള്ള ഞാൻ പറയുന്നില്ല. ഇത് ഈ മാടായി കോളേജിലെ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമില്ല. കക്ഷിക്ക് നിങ്ങൾ ഈ കോൺഗ്രസ് പരിപാടി പങ്കെടുപ്പിക്കാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ആ രീതി കാണാം. നമ്മൾ എല്ലാവരും ആ രീതി തന്നെ കാണാൻ പറ്റും. നിങ്ങൾക്ക് പയ്യന്നൂർ കോളേജിലെ പ്രശ്നം ഈ പ്രശ്നം രണ്ടായി കാണാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ ആ രീതി കാണാം. ആ പ്രശ്നമില്ല. ഇത് ഈ മാടായി കോളേജിൽ CPM പണി കൊടുത്തു എന്നുകൊണ്ട് നമ്മൾ പറയുന്ന വ്യക്തിനെ ഈ പരിപാടി പങ്കെടുപ്പിച്ചതാണ് നമ്മുടെ പ്രശ്നം. അത് നിങ്ങൾ അങ്ങനെയാണോ, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിൽ പറയും. നമുക്ക് അതിന് ബാക്കി പറയാം. നിങ്ങൾ ഈ മാടായി കോളേജിൽ പണി കൊടുത്ത കക്ഷി മാർക്സിസ്റ്റ് പാർട്ടിക്കാരനാണ് നമ്മൾ പറയുമ്പോൾ നിങ്ങൾ ഇടയിൽ യൂത്ത് കോൺഗ്രസ് പരിപാടിക്ക് അവനെ പങ്കെടുപ്പിച്ചതാണ് നമ്മുടെ പ്രശ്നം. അത് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അവനെ പാർട്ടിയായി നിങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞോ? യൂത്ത് കോൺഗ്രസ് അംഗീകരിച്ചിട്ടുണ്ടോ? അതാണ് നമുക്കറിയേണ്ടത്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എനിക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നേതാക്കന്മാർ പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിച്ചിട്ട് പിന്നെ അവർ പറയുന്ന ആളെ കൂട്ടി നമ്മൾ പാർട്ടി നടത്തണമെന്നാണ് നീ പറയുന്നത്. അക്ഷയ് നീയെല്ലാം ഒരു ലീഡർഷിപ്പ് ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന ഒരുത്തല്ലേ നീ നീങ്ങനൊന്നും പറയല്ല കേട്ടോ. നീ ലീഡർഷിപ്പിൽ ഇരിക്കുന്നതിനാന്ന് പറഞ്ഞിട്ടാണ് നേതാക്കന്മാർ ഇങ്ങനെ ആയി. അതുകൊണ്ട് നമ്മൾ അംഗീകരിച്ച് പോവാം. നമ്മളെ വോട്ട് കുറയാലോ കൂടുതലാടെ കേട്ട് ഇത് പാർട്ടിക്ക് വോട്ട് ഉണ്ട്, അല്ലാണ്ട് പേഴ്സണലായിട്ട് കോൺഗ്രസ് തന്നെ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകാനല്ല. അത് പാർട്ടിക്ക് മൊത്തത്തിലാവാതിക്കുക. അത് മനസ്സിലാക്കി. അല്ലാണ്ട് ഒരുത്തനെ കൂട്ടിയാൽ ഇടുന്ന 100 ആൾ പാർട്ടി വിടുന്നില്ല കണ്ടീഷനിലാണ് നമ്മൾ ഈ സമരം ചെയ്യേണ്ടതെന്ന്. അത് മനസ്സിലാക്കാണ്ട് വിവരമില്ലാത്ത നീ പറഞ്ഞുകൊണ്ടിരിക്കല്ല. പിന്നെ ന്യായീകരിച്ചിട്ട് കേട്ടാ. നീ ഒരു ജില്ലാ സെക്രട്ടറി അതിന് പോകുന്ന എനിക്ക് വേണം. ലീഡർഷിപ്പിൽ ഇരിക്കുന്നതിനാണ്. പിന്നെ നീ അത് ന്യായീകരിക്കല്ല. ഈ നേതാക്കന്മാർ ചെയ്ത് വിവരം കിട്ടണം. വിവരങ്ങളുമായി മിഥുൻ പിള്ള ഒപ്പിച്ചേരുന്നു. മിഥുൻ പിള്ള, അല്ലെങ്കിൽ തന്നെ ഈ മാടായി കോളേജും നിയമനവും ഒക്കെ കോഴിക്കോട്ടെ കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിലും ഒക്കെ ഉണ്ടാക്കിയ പുകില് ചെറുതല്ല. ഇതിപ്പോൾ പുതിയത് അല്ലേ? തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം നമുക്കറിയാം മാടായി കോളേജിൽ കോഴിക്കോട് MP ആയ രാഘവന്റെ ബന്ധുവായ CPM പ്രവർത്തകന് ജോലി കൊടുത്തതുമായി ബന്ധപ്പെട്ട് വലിയ പൊട്ടിത്തെറിയിലേക്ക് പോവുകയും അവിടെ കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയൊരു വിഭാഗം പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കാനും പാർട്ടിക്കെതിരെ പരസ്യമായി രംഗത്ത് വരാനും ഒക്കെ കാരണമായ ഒരു സംഭവമായിരുന്നു ഇത്. ഇതിനിടയിലാണ് ഈ മാടായി കോളേജിൽ നിയമനം ലഭിച്ച ഈ ഒരു DYFI പ്രവർത്തകൻ യൂത്ത് കോൺഗ്രസിന്റെ വേദിയിലേക്ക് എത്തുന്നൊരു സാഹചര്യം ഉണ്ടായത്. M.K. രാഘവൻ അനുകൂലികളാണ് ബോധപൂർവം ഈ ഒരു DYFI പ്രവർത്തകനെ കോൺഗ്രസുകാരനാണെന്ന് കാണിക്കാൻ ഇത്തരത്തിൽ കോൺഗ്രസിന്റെ വേദിയിലേക്ക് എത്തിച്ചത് എന്നൊരു ആരോപണമാണ് പ്രധാനമായും ഉയരുന്നത്. ഇത്തരത്തിൽ ഈ DYFIക്കാരനെ കോൺഗ്രസ് വേദിയിൽ എത്തിച്ച് കോൺഗ്രസുകാരനാണെന്ന് വരുത്തി തീർക്കാനുള്ള നീക്കത്തിനെതിരെയാണ് ഇപ്പോൾ ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പാർട്ടി പ്രവർത്തകരോടുള്ള വഞ്ചനയാണ് ഈ ഒരു സംഭവം എന്നാണ് പ്രധാനമായി ഉയർന്നിരിക്കുന്ന വിമർശനം. മാത്രമല്ല ഈ യൂത്ത് കോൺഗ്രസിന്റെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ പോലും ഇതിനെ ചൊല്ലി വലിയ തർക്കങ്ങളും തമ്മിലടിയും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡല പ്രസിഡന്റിനെതിരെ തന്നെ ആളുകൾ പരസ്യമായി രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ നിയമനവുമായി ബന്ധപ്പെട്ട് പരസ്യമായി കയ്യാങ്കളിയിലേക്ക് അടക്കം പോകുന്നൊരു സാഹചര്യം പയ്യന്നൂരിലും അതുപോലെ തന്നെ മാടായിയിലും ഉണ്ടായിരുന്നു. എന്നിട്ടൊന്നും ഈ പ്രശ്നം പരിഹരിക്കാൻ ഇതേവരെ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുമില്ല. കൃഷ്ണരാജ്. മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.